കുളത്തുപുഴ കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്നും ട്രാൻസ്ഫർ ലഭിച്ചു പോകുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രകാശിന് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആദരവ് നിറഞ്ഞ യാത്രയയപ്പ്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന കുമാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നൈറ്റില് ഒരു മെഡിക്കൽ ഓഫീസറും ഇതുപോലെ പലയിടത്തും നമ്മൾ മെഡിക്കൽ ഓഫീസറുണ്ട്. ഞങ്ങൾക്ക് 2 CHC ഉണ്ട്, അഞ്ചലും ഉണ്ട്, കുളത്തൂപ്പുഴയുണ്ട്. ഒരു മെഡിക്കൽ ഓഫീസർ അവരുടെ സമയം കഴിയുമ്പോൾ അവരുടെ ജോലി തീർത്ത് പോകും. പക്ഷെ സാർ അതല്ല, രാത്രിയിൽ വരെ ഡ്യൂട്ടി ഇല്ലാത്ത ജോലികൾ പോലും രാത്രിയിൽ ചിലപ്പോൾ എങ്ങും വീട്ടിൽ പോലും പോകാതെ വെളുക്കുന്നത് വരെ ഇവിടെ ഹോസ്പിറ്റലിൽ പണിയെടുക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെയും അവിടെ തന്നെ തുടരുന്ന രീതിയിലോട്ടുള്ള പ്രവർത്തനമാണ് നടന്നത്. കുളത്തുപുഴയിലെ വ്യാപാരികളും ലയൺസ് ക്ലബ് അംഗങ്ങളും യാത്രയയപ്പിൽ പങ്കുചേർന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുളത്തുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ്, ലയൺസ് ക്ലബ് കുളത്തുപുഴ പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ റെജി ഉമ്മൻ, സോൺ ചെയർപേഴ്സൺ ലയൺ കെ ബാബുക്കുട്ടി എന്നിവരും യാത്രയയപ്പ് യോഗത്തിൽ പങ്കുചേർന്നു. വരും പോകും അവരുടെ സമയം എങ്ങനെയും തികച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. അപ്പം എത്ര ഫണ്ട് ഒരു കാര്യത്തിന് നമ്മൾ വകയിരുത്തിയാലും, എത്ര കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി അനുവദിച്ചാലും, ആ നിർവഹണ ഉദ്യോഗസ്ഥർ അതിന് സമയം കണ്ടെത്തുന്നില്ല, അതിൽ താല്പര്യമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല. കുളത്തുപുഴ CHC ആദ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇതൊരു നല്ല ആശുപത്രിയായി തീരണമെന്ന് ആദ്യം മുതലേ അഭിപ്രായമുള്ളവരാണ്. വളരെ കാലം അതിനുവേണ്ടി ഞങ്ങൾ ഈ ചിക്കൻ ഗുനിയ കാലം തൊട്ട് അന്നും ഇതിനുവേണ്ടി ഞങ്ങൾ വ്യാപാരി വ്യവസായികൾ ഒക്കെ വളരെ അതുപോലെ ഞാൻ വ്യക്തിപരമായ മറ്റ് സംഘടനകളുടെ പേരിലും ഒക്കെ ആദ്യം മുതൽ ഈ ഹോസ്പിറ്റലിൽ നന്നായി കാണുവാനായിട്ട് ആശിക്കുന്നവരാണ്. അദ്ദേഹത്തിന് 6 വർഷക്കാലം ഈ മലയോര ഗ്രാമപ്രദേശത്ത് തൻ്റെതായ ശൈലിയിൽ തൻ്റെ സേവനങ്ങൾ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചു. ആ അവസരങ്ങൾ തീർത്തും കുളത്തൂപ്പുഴയിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി തീർന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുത. തീർച്ചയായും ഒരു ഡോക്ടറുടെ സ്ഥാനത്ത് മാത്രം നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നയിക്കാതെ അവിടുത്തെ എല്ലാ ജീവനക്കാരോടും ഒപ്പം നിന്ന്, അവിടെ വരുന്ന എല്ലാ രോഗികളോടും ഒപ്പം നിന്ന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എപ്രകാരം പ്രവർത്തിക്കണം എന്ന് മറ്റുള്ളവർക്ക് തൻ്റെ പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊടുത്ത വ്യക്തിത്വമായിരുന്നു ബഹുമാനമുള്ള ഡോക്ടർ ഇവിടെ കാട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് പ്രകാശ് ഡോക്ടർ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പാവങ്ങളെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന മെഡിസിൻ നൽകി അവരുടെ ആരോഗ്യ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതിനായാലും മെഡിസിൻ കൊടുക്കുന്നതിനായാലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനായാലും നമുക്കറിയാം, കൊറോണ കാലഘട്ടത്തിലൊക്കെ തന്നെ ഡോക്ടർ നൽകിയിട്ടുള്ള സേവനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. നമ്മളിവിടെ എപ്പോൾ വന്നാലും ഏത് HMC അല്ലാതെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു സന്ദർശനമായിട്ട് വന്നാൽ പോലും ഞങ്ങൾ എത്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നിന്ന് ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് അവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കൂടി ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങളും അങ്ങോട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ തന്നെ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഡോക്ടറിൻ്റെ ഓരോ പ്രവർത്തനവും നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഹോസ്പിറ്റൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി സുധീർ അടക്കമുള്ള സുനിൽ പള്ളിക്കാല, അതുപോലെ രജീവൻ അടക്കമുള്ളവർ ഉപകാരം നൽകുന്നു. വ്യാപാരി വ്യവസായിയുടെ ആദരവ് നൽകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തുപുഴ യൂണിറ്റ്, കുളത്തുപുഴ ലയൺസ് ക്ലബ്, ആശുപത്രി വികസന കമ്മിറ്റി ഭാരവാഹികൾ മൊമെന്റോയും ഷോളും അണിയിച്ച് ആദരവ് നൽകി. ഡോക്ടർ പ്രകാശിന്റെ മറുപടി പ്രസംഗത്തിൽ തന്നോടൊപ്പം കഴിഞ്ഞ 6 വർഷക്കാലം എല്ലാ പിന്തുണയും നൽകി ഒപ്പം നിന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾക്കും വ്യാപാരികൾക്കും മറ്റ് സംഘടനാ നേതാക്കൾക്കും പേര് പറഞ്ഞ് നന്ദിയും സ്നേഹവും അറിയിച്ചു. അത്ര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ സുധീർ മെമ്പർ പറഞ്ഞില്ലേ, ഞാനും കുളത്തുപുഴക്കാരനായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പിരിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന അത്രയും തന്നെ ഒരു വിഷമം അനുഭവിച്ചു.
അപ്പോൾ അഡ്ജസ്റ്റായി വരുന്നേ ഉള്ളൂ. കാരണം പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, നമ്മുടെ നാട്, എൻ്റെ നാടിനെക്കാളും പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എനിക്ക് ഇവിടെ ഉണ്ട് ഇപ്പോൾ. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആൾക്കാർ കുറവാണ്. അത് ആ കോവിഡിൻ്റെ ഒരു സമയം കൊണ്ടാണ് കൂടുതൽ ആ ഒരു അടുപ്പം വന്നത്. സുഭിലാഷ് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ 49 ദിവസം വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് ആ മൊമെൻറ്റ് നമ്മൾ ഓർക്കുന്നുണ്ട് ഞാനത്. പക്ഷെ അതുപോലും ആ ഒരു പീരീഡാണ് ശരിക്കും നമ്മൾ തമ്മിൽ, എല്ലാവരെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ നന്ദി പറയുകയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഭരണസമിതിയും അവിടുത്തെ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട്, കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് കിട്ടിയ സപ്പോർട്ടിന് അത് എത്രയെന്ന് പറഞ്ഞാലും അത് തീരില്ല. അത്രയ്ക്കും വിലമതിക്കാൻ പറ്റാത്തൊരു സപ്പോർട്ടാണ് കിട്ടിയത്. ബ്ലോക്ക് വികസന കാര്യം ചെയർപേഴ്സൺ എസ് മായാകുമാരി, ബ്ലോക്ക് മെമ്പർ റീന ഷാജഹാൻ, ബ്ലോക്ക് മെമ്പർ EK സുധീർ, കൊളുത്തുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് B രാജീവ്, പഞ്ചായത്ത് മെമ്പർമാരായ സുഭിലാഷ് കുമാർ, N ചന്ദ്രകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ നിസ ബഷീർ സ്വാഗതവും HMC അംഗമായ M സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല, സ്ട്രീം സ്റ്റുഡിയോ.